പാവർട്ടി സെന്ററിലെ കുണ്ടുവക്കടവ് റോഡരികിൽ സ്ഥിതി ചെയ്യുന്ന ഉപയോഗശൂന്യമായ കെട്ടിടത്തിന്റെ സീലിംഗ് ഭാഗം അടർന്നു വീണ് CITU തൊഴിലാളിക്ക് പരിക്കേറ്റു. പുതുമനശ്ശേരി കുണ്ടുവീട്ടിൽ 41-കാരനായ സുരേഷിനാണ് പരിക്കേറ്റത്. വ്യാഴാഴ്ച ഉണ്ടായ അപകടത്തിൽ സുരേഷിന്റെ കാലിൽ സാരമായ പരിക്കേറ്റതിനെ തുടർന്ന് സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. കാലിൽ 4 തുന്നലുണ്ട്. ഇപ്പോഴും നീര് നിൽക്കുന്ന അവസ്ഥയിലാണ്. ഏകദേശം 6 അടി വീതിയും 2 അടി നീളവുമുള്ള വലിയ സീലിംഗ് കഷണങ്ങളാണ് കെട്ടിടത്തിൽ നിന്ന് അടർന്നു വീണത്. കാലിൽ കട്ടിയുള്ള ചെരുപ്പുള്ളതിനാലാണ് വലിയ അപകടം ഒഴിവായത്. പെട്ടെന്ന് ഒരു 3 മണി 3:15 സമയത്ത് ഞങ്ങൾ എന്തായാലും ഇരിക്കുന്നു. പെട്ടെന്ന് മൂളിന്ന് ഒരു വലിയൊരു പീസ്, ഒരു 2 അടി വീതി, ഒരു 6-7 അടി നീളമുള്ള ഒരു പീസ് പൊട്ടിയിട്ട് വീണത് നേരെ വന്നിട്ട് എൻ്റെ കാലിൽ വീണു. നേരെ വന്നിട്ട് അതിൻ്റെ ഒരു ഭാഗം അവൻ്റെ വണ്ടിയുമ്പോൾ തട്ടിക്ക് വണ്ടി പൊട്ടി. അപ്പം തന്നെ വീണ വശം തന്നെ കാലും അപ്പം തന്നെ നീര് വന്നു. നോക്കുമ്പോൾ ആകെ മുറിയാണ് അവിടെ. എത്ര ഉണ്ട്? ഞാൻ നോക്കിയിട്ടില്ല. കൂടുതൽ ആളുകൾ സഞ്ചരിക്കുന്ന സമയത്തല്ല അപകടം ഉണ്ടായത് എന്നതിനാൽ വലിയ ദുരന്തം ഒഴിവായതായി പ്രദേശവാസികൾ പറഞ്ഞു. ഗതാഗത തടസ്സവും അപകട ഭീഷണിയും സൃഷ്ടിക്കുന്ന ഈ പഴയ കെട്ടിടം പൊളിച്ചു നീക്കണമെന്ന ആവശ്യം പ്രദേശവാസികൾ ഏറെക്കാലമായി ഉന്നയിച്ചു വരികയാണ്. നിരവധി സ്കൂൾ വിദ്യാർത്ഥികളും നാട്ടുകാരും ദിനംപ്രതി കടന്നുപോകുന്ന സ്ഥലത്താണ് കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. ബന്ധപ്പെട്ട അധികൃതർ അടിയന്തരമായി ഇടപെട്ട് അപകടാവസ്ഥയിലുള്ള കെട്ടിടം നീക്കം ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അധികാരികളുടെ ശ്രദ്ധയിലേക്കാണ് പറയണത്. ഇപ്പം എൻ്റെ 2 സഹപ്രവർത്തകർ ഈ ബിൽഡിങ്ങിൻ്റെ ചുവടെ ഇരിക്കുമ്പോൾ ഉണ്ടായ അപകടമാണ് നിങ്ങൾ നേരത്തെ വീഡിയോയിൽ കണ്ടത്. 2 ബിൽഡിങ്ങാണ് പാവർട്ടി സെൻറ്ററിൽ ഗതാഗത കുരുക്കുണ്ടാക്കുന്നതും ബ്ലോക്ക് ഉണ്ടാക്കുന്നതും അപകടങ്ങൾ ഉണ്ടാക്കുന്നതും. ഒന്ന് കോഴിപ്പറമ്പിൽ, ഓണറിൻ്റെ പേരറിയില്ല, ആൻഡോ ചേട്ടനെയാണ് തോന്നുന്നു. ആ തരകൻ ബിൽഡിങ്ങാണ് ഈ നിൽക്കുന്നത്. പടിഞ്ഞാറ് ഈ ചാവക്കാട് കുണ്ടട റൂട്ടിൽ നിൽക്കുന്നത് മൂലയ്ക്ക് ഉള്ള ബിൽഡിങ്. തൊട്ടപ്പുറത്ത് നിൽക്കുന്നത് പാവർട്ടി ട്രേഡിംഗ് കമ്പനിയുടെ. ഇവർ 2 പേരും ബിൽഡിംഗ് തയ്യാറായി നിൽക്കുന്നതാണ്. ഇതിന് അക്വയർ ചെയ്തിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ്. പക്ഷേ ഇതിനെ കൊടുക്കാനുള്ള ഫണ്ട് ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഈ ബിൽഡിംഗ് പൊളിക്കാത്തതെന്നാണ് ഞാനിത് അവരുടെ ശ്രദ്ധയിൽ പഠിച്ചപ്പോൾ പറഞ്ഞത്. എന്തു തന്നെയായാലും ഈ ബിൽഡിങ്ങിനോട് ചേർന്നാണ് MIS സ്കൂളിലെ പിള്ളേരും മറ്റുള്ള വിദ്യാർത്ഥികളും ഇതിലൂടെ കടന്നു പോകുന്നത്. റോഡ് വീതിയില്ലാത്തതുകൊണ്ട് അതിലൂടെ ചേർന്നാണ് പോകുന്നത്. ഈ അപകടമുണ്ടായപ്പോഴാണ് ഇതൊരു അപകട മേഖലയാണെന്ന് നമ്മുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ടവരും വേണ്ടത്ര ശ്രദ്ധയിൽ ചെലുത്തേണ്ടതാണ്.